അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നുസൈബയുടെ ഉപ്പയുടെ മനസ്സിൽ ടെൻഷനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ മോള് ഒരാളെ കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ഉപ്പാക്ക് ഏകദേശം മനസ്സിലായപ്പോൾ ഉപ്പാക്ക് ആളെങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചെറിയൊരു ടെൻഷനുണ്ട്. പഠിച്ച റബ്ബേ, എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ കുട്ടി ഹയറായതേ കണ്ടുപിടിക്കുള്ളൂന്ന്. എങ്കിലും മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിപ്പോവല്ലോ. പഠിച്ച റബ്ബേ, എൻ്റെ കുട്ടിയെ നീ കാക്കണേ. ഉപ്പയുടെ മനസ്സിൽ ആവലാതിയാണ്. ഹുസൈനാജിനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ മനസ്സിലുള്ളിൽ അങ്ങനെയുണ്ടായിരുന്നു. തൻ്റെ മോൾക്ക് നേരെ ആ വാഹനം നിർത്തി അയാൾ കയറ്റാൻ ശ്രമിച്ചപ്പോഴാണ് എനിക്ക് അതെല്ലാം പറയാൻ തോന്നിയത്. അല്ലെങ്കിലും അത്തരം പണി ചെയ്യുന്നത് നല്ലതല്ലല്ലോ. എന്താ ഓൻ്റെ വിചാരം? കുറച്ച് പണമുണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങനെ അഹങ്കരിക്കാൻ പാടുണ്ടോ? എന്തായാലും എൻ്റെ കുട്ടിനെ അങ്ങോട്ട് വിടണ പ്രശ്നമില്ലെനി. ഉപ്പ ഓരോന്നങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, അല്ല, ഇങ്ങളിപ്പോൾ ഉള്ളതൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് ഇങ്ങൾക്ക് ഉറപ്പുണ്ടോ ഓള് കണ്ടുപിടിച്ച ആള് ഇത്ര നല്ല സ്വാലിഹായ ആളാണെന്നുള്ളത്? എന്ത് കണ്ടിട്ടാ നിങ്ങൾ പഴയതൊക്കെ കണ്ട് ഒഴിവാക്കിയത്? നുസ്രത്തെ, ഈ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പഴയത് ഒഴിവാക്കിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കിക്കണത്. എൻ്റെ കുട്ടിക്ക് സമാധാനം വേണം ജീവിതത്തിൽ. സമാധാനം ഇല്ലാതെ കുറേ ജീവിച്ചില്ലേ? അങ്ങനെ ജീവിച്ചിട്ടെന്താ? ജീവിതം കുറച്ചേ ഉള്ളൂ. ആ ഒരു ജീവിതത്തിൽ സമാധാനം കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് ഓളെ ജീവിതത്തിൻ്റെ അർത്ഥം? അതേ, കൊടുക്കേണ്ടത് ഓളെ ബാപ്പയായ ഞാനല്ലേ. ഈ ജീവിതത്തിൽ അവൾ സമാധാനം കണ്ടെത്തുകയാണെങ്കിൽ അങ്ങനെ ആകുകയല്ല നല്ലത്. അവളുടെ ഇഷ്ടം അവൾ കണ്ടുപിടിച്ചെങ്കിൽ അവളതിൽ സന്തോഷം കണ്ടെത്തിയിരിക്കും. ആ സന്തോഷമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കുട്ടീൻ്റെ സന്തോഷം. അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പിടിച്ച് തലയ്ക്ക് വെച്ചെടുത്തിട്ട് ഓൾക്ക് ഇഷ്ടമില്ലാത്ത ദാമ്പത്യ ജീവിതം നയിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടിപ്പോൾ എന്താ? നിങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ച ചെക്കൻ ഏത് സൈസാന്ന് നിങ്ങൾക്കറിയോ? അങ്ങനെ ഇങ്ങനെ നടക്കുന്ന ചെക്കന്മാരൊക്കെയാണ് മൊബൈൽ ഷോപ്പിലാണല്ലോ നിൽക്കുന്നത്. മൊബൈൽ ഷോപ്പിൽ പണിയെടുക്കുന്ന ആൾ എന്നാണ് ഇപ്പോൾ പറഞ്ഞു കൊടുത്തിക്കണല്ലോ. എന്താ ചെയ്യുക എനിക്കറിയില്ല. ആയിക്കോട്ടെടി, മൊബൈൽ ഷോപ്പിൽ പണിയെടുക്കുന്ന ആളായി വിചാരിച്ചിട്ടെന്താ? ഇനിയിപ്പോൾ ഏത് കൂലിപ്പണിക്കാരനായാലും എന്താ? ഓൾക്ക് സമാധാനമുള്ള ജീവിതം കിട്ടുമല്ലോ. ഷോപ്പിൻ്റെ മുതലാളിയായ ആളാണ് നുസൈബയോട് ഇഷ്ടം പറഞ്ഞത് എന്നുള്ള കാര്യമൊന്നും മജീദോ ഹുസൈനാജിയോ വെളിവാക്കിയിട്ടില്ല. അതെ, അവനെ അവിടുത്തെ ഒരു വേലക്കാരനാക്കിയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിലും അവനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉപ്പയുടെ മനസ്സിങ്ങനെയായിരുന്നു, കൂലിപ്പണി എടുക്കണോലാളും വേണ്ടില്ല, എൻ്റെ കുട്ടിനെ മര്യാദക്ക് പോറ്റാൻ കഴിയണോലും അതുപോലെ തന്നെ എൻ്റെ കുട്ടിനെ വിഷമിപ്പിക്കാത്തോലും ആവണം. അതേ ഉള്ളൂ എനിക്ക് നിർബന്ധം. അല്ലാതെ കുറേ വലിയ മുതലാളിമാരുമാണെന്നോ സ്വത്ത് വേണമെന്നോ മുതൽ വേണമെന്നോ ഒരിക്കലും ആഗ്രഹിക്കണില്ല. എന്നും പണിക്കോയാൽ പോരെ? എന്നും പണിക്ക് പോയിട്ട് ചിലവ് കഴിഞ്ഞാൽ മതിയല്ലോ. അതുപോലെ എന്തിനാണ് കൂടുതൽ നമ്മൾ ആഗ്രഹിക്കണേ? എന്തൊക്കെ തന്നെയായാലും സമാധാനം ഉണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അങ്ങനെ ജീവിക്കാൻ പ്രയാസമായിരിക്കുമേ. ഈ കുറഞ്ഞ പൈസ ഉള്ള ആൾക്കാരൊക്കെ കൂടെ ജീവിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടാവും. അതൊക്കെ പ്രയാസമായിരിക്കും. ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനല്ലേ. നുസ്രത്തെ, ഈ എന്താണ് മനസ്സിൽ വിചാരിച്ചിരിക്കണത്? കുറേ പൈസയും പണവും ആർഭാടും ഉണ്ടായിട്ട് എൻ്റെ കുട്ടിക്ക് സമാധാനം ഉണ്ടാവുമെന്ന് ഈ കരുതുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. പണം കണ്ടിട്ട് മോഹിച്ചിട്ടൊന്നും നമ്മളാരെയും കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല. അത്യാവശ്യം നോക്കേണ്ട 2-3 കാര്യങ്ങൾ, നമുക്ക് 4 കാര്യങ്ങൾ നോക്കാമെന്നാണ്. ഇനിയിപ്പോൾ ആണായാലും പെണ്ണായാലും. ദീന്, സമ്പത്ത്, തറവാട്, സൗന്ദര്യം, അതൊക്കെ ഓക്കെ. അതിലൊക്കെ ഏറ്റവും നമ്മൾ മുൻതൂക്കം നോക്കേണ്ടത് എന്താ? എനിക്കറിയില്ലേ, ഒരിക്കലും നമ്മൾ സമ്പത്തിനല്ല. ഉണ്ട്, സമ്പത്ത് നോക്കാം. നമ്മളെ കുട്ടികളെ ചിലവ് എങ്ങനെ കഴിയും, നമ്മളെ കുട്ടികൾക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടോ നമുക്ക് നോക്കാം. അതൊന്നും കുഴപ്പമില്ല. ചെക്കന് പണിയുണ്ടോ നോക്കാം. അതൊന്നും യാതൊരു രീതിയിലുള്ള കുഴപ്പമില്ല. സൗന്ദര്യം നോക്കണേ എന്താ, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം നോക്കേണ്ടത് ദീനുള്ള ചെക്കനാണ്. ദീനില്ലാത്ത വീട്ടിൽ എങ്ങാനും നമ്മളെ കുട്ടിനെ കെട്ടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദീനില്ലാത്ത പുതിയാപ്പിളക്ക് നമ്മളെ കുട്ടിനെ കെട്ടിച്ച് കഴിഞ്ഞാൽ എന്താവും?
അതോടുകൂടി മനസ്സമാധാനം നഷ്ടപ്പെടും. കാരണം എന്താ, ദീനുള്ളവരാണെങ്കിൽ 5 വക്ത് നേരത്തെ നിസ്കാരവും അവരെ ഭാര്യനെ എങ്ങനെ ഓൽക്ക് നോക്കാൻ കഴിയും, ഓരോടുള്ള കടമകൾ എല്ലാം ഓല് നിർവഹിക്കും. അതല്ലാത്തവരാണെങ്കിലോ ഓളെങ്ങനെയും കഴിഞ്ഞോളും, എനിക്കിപ്പോൾ ഓളെ നോക്കണ്ട, വേറെ പെണ്ണിനെ നോക്കാം, അങ്ങനെയൊക്കെ പല രീതിയിൽ ഒരു ചിന്തിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മളെ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടും. എനിക്കറിയില്ലേ, നമ്മളെല്ലാം നോക്കി കെട്ടിച്ചാന്നല്ലേ ഫൈസലിനെ കൊണ്ട്. എന്താ ഒരു കാര്യം നമ്മൾ നോക്കിയില്ല, അതുകൊണ്ട് നമ്മൾ പെട്ടു. ദീന് നോക്കിയില്ല, അതുകൊണ്ട് എന്തായി, നമ്മളെ കുട്ടി അനുഭവിച്ചു കുറേ. അതാണ് മെയിനായിട്ട് നോക്കേണ്ടത്, ദീനാണ്. അപ്പോൾ അതിൻ്റെ വഴിയായിട്ടൊക്കെ വരും. ഇക്ക നിങ്ങൾ പറഞ്ഞതിലൊക്കെ കാര്യമുണ്ട്, ദീന് നോക്കണം, ശരി തന്നെയാണ്. പക്ഷേ സാമ്പത്തിക ശേഷി കുറച്ചൊക്കെ ഇല്ലാഞ്ഞാലും ബുദ്ധിമുട്ടല്ലേ, നമ്മളെ സ്ഥിതിക്ക് നിങ്ങൾക്ക് അറിയണമല്ലേ. നുസ്രത്തെ, എനിക്കിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്ക് ഞാൻ തിന്നാൻ കൊടുക്കുന്നില്ലേ, പിന്നെ എനിക്ക് എന്താ. അതില്ലക്ക, ഭക്ഷണം മാത്രമല്ലല്ലോ, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ ഡ്രസ്സ്, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനങ്ങൾ, അങ്ങനെയൊക്കെ അതും ഇതും ഓൺലൈനിൽ ഓർഡർ ചെയ്യുക, അതിനൊക്കെ വേണ്ടി പൈസ. കുട്ടികൾ ഓരോന്ന് കൊടുന്ന് കാണിച്ചു തരും, മീഷോയിലായിട്ടും ഫ്ലിപ്കാർട്ടിലായിട്ടും. ഉമ്മ ഇത് കണ്ടോ, അത് കണ്ടോ, ഈ ഡ്രസ്സ് കണ്ടോ, അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയും, മക്കളെ ഇതൊക്കെ നിങ്ങളെ പുതിയാപ്പിളാർ വാങ്ങിത്തരും, അല്ലാതെ ഇപ്പാൻ്റെ അടുത്ത് അതിനകത്തുള്ള പൈസ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ പെമ്മക്കൊക്കെ ജീവിക്കാൻ നല്ലോണം പൈസ വേണമെന്ന്. അങ്ങനല്ലേ, ഈ പറയുന്ന കാര്യം അങ്ങനെയാണ്. അങ്ങനത്തെ ആകുമ്പോൾ നമുക്കല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അധികം പൈസ വരുന്നില്ലല്ലോ. ഭക്ഷണം കഴിക്കാൻ നല്ല പൈസ വരുന്നത് ഈ കണ്ണി കണ്ട ഓരോ സാധനങ്ങൾ വാങ്ങാനും അതിനും ഇതിനൊക്കെയാണ്. അതൊക്കെ പിന്നെ ഉണ്ടായിക്കോളും നുസ്രത്തെ. എനിക്കെന്താ പറഞ്ഞിട്ടങ്ങനെ മനസ്സിലാകാത്തത്? അല്ലേ, കുറച്ചൊക്കെ പൈസ ഇല്ലാഞ്ഞാൽ പറ്റൂല. നമ്മളെ കുട്ടീൻ്റെ ഭാവി ഒന്ന് സന്തോഷത്തിലാവണ്ടേ. അല്ല എന്നിട്ടിപ്പോൾ എന്താണ് ഉദ്ദേശം? ഹുസൈനാജിൻ്റെ വീട്ടിൽ എൻ്റെ കുട്ടീനെ പറഞ്ഞേക്കണം ഈ പറയണത്? അവിടെ നല്ല സുഖമാണെന്നാണ് പറയണത്. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ എന്നാലും ചെക്കനക്ക് നല്ല പണിയും ഗൾഫുകാരനും ഒക്കെ ആയപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഓന് പിന്നെ കുഴപ്പമില്ലാത്ത ചെക്കനാന്നും പറഞ്ഞപ്പോഴേ അത് എൻ്റെ കുട്ടീൻ്റെ ജീവിതം രക്ഷപ്പെടുമല്ലോ. കുട്ടീൻ്റെ ജീവിതം രക്ഷപ്പെടുമോ ഇല്ലയോ ഒന്നും അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഒക്കെ പഠിച്ചവൻ്റെ അടുത്താണ്. പക്ഷേ അങ്ങനല്ല, നമ്മൾ കണ്ടറിഞ്ഞാണ്ട് ഒരു തീയിലേക്ക് പോയി ചാടണ്ടല്ലോ. അയാൾ അവിടെ ഉള്ളിടത്തോളം കാലം ഒരു പെൺകുട്ടികളെയും അങ്ങോട്ട് വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോൾ ഇവളെന്നല്ല, ആരൊക്കെ തന്നെ ആയാലും അയാളെ സ്വഭാവം ഒന്ന് മാറണം, എന്നെങ്കിൽ തന്നെ കുട്ടികൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എന്തായാലും ആ മോന് കാണാൻ വരാത്ത നന്നായി, കണ്ടിരുന്നെങ്കിൽ അതൊരു പ്രയാസമായിരിക്കും. ആ ഉമ്മ ഏതായാലും വന്ന് കണ്ടുപോയി, അന്ന് കുറേ സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. ആ ഉമ്മ ആണെങ്കിൽ ഒരു പാവം. ഇനി അവിടുത്തെ ആരെക്കുറിച്ചും സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്. എൻ്റെ കുട്ടീനെ അവിടേക്ക് കെട്ടിച്ച് വിടാൻ ഞാൻ നിൽക്കണില്ല. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ ദീനും കുറച്ച് പൈസയൊക്കെ ഉള്ള ആൾ വരുമ്പോൾ കെട്ടിച്ച് കൊടുക്കാമല്ലോ. എന്തായാലും നമ്മളെ കുട്ടീൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് പോലും നമുക്ക് അറിയണം. അതറിഞ്ഞിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഹയറാണെങ്കിൽ അതാണ് പെട്ടെന്ന് നടത്തി കൊടുക്കണം. അതാണ് എൻ്റെ മനസ്സിലത്തെ ആഗ്രഹം. ഞാൻ മരിക്കണതിന് മുമ്പ് എൻ്റെ കുട്ടീനെ ഒരാളെ കയ്യിലങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് കണ്ണടക്കാൻ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നുസൈബയുടെ ഉമ്മ ഒന്നും പറഞ്ഞില്ല. ഉമ്മയുടെ മനസ്സിലുണ്ട് ചെറിയ രീതിയിലുള്ള വിഷമങ്ങളൊക്കെ. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ കാലത്തെന്ന് വെച്ചാൽ ജീവിക്കാൻ നല്ല പൈസ വേണം. ചെറിയ രീതി കൊണ്ടൊന്നും കഴിയൂല. ഞങ്ങളൊക്കെ ജീവിച്ച പോലെ എങ്ങനെ ജീവിക്കലൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് നടക്കൂല. മക്കളെന്നല്ല, മക്കൾക്ക് മക്കളുണ്ടാവുമ്പോഴും എന്തായാലും നല്ലൊരു അത്യാവശ്യം സാമ്പത്തിക ചിലവ് വരുന്ന സമയമാണിപ്പോൾ. അപ്പോൾ ചെറിയ രീതിയിൽ മൊബൈൽ ഷോപ്പിലൊക്കെ നിന്ന് കിട്ടുന്ന ആ ഒരു ക്യാഷ് കൊണ്ടൊക്കെ എങ്ങനെ റെഡിയാവും ജീവിതം, എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ള കാര്യമൊക്കെ നുസൈബയുടെ ഉമ്മാക്കും ടെൻഷനുണ്ടായിരുന്നു. ഒരിക്കലും അവർ അറിയുന്നില്ല മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളിയാണ് ഷമ്മാസ് എന്നുള്ളത്. അന്നതാ ഷമ്മാസിന് ഷിഫ മെസ്സേജ് അയക്കുന്നു. ഹലോ ഷമ്മാസ്. ഹലോ, ഷിഫ പറയൂ. ഷമ്മാസ്, പിന്നെ ഒരു അർജൻറ്റായിട്ട് കാര്യം പറയാൻ കേട്ടോ. എന്താ ഷിഫ, എന്തു പറ്റി? ഹിജാബിക്ക് വല്ലതും? അല്ല, അതെ, എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇവിടെ. അന്ന് നീ ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റ് കാര്യങ്ങൾ അതൊക്കെ ആരോ കണ്ടിട്ട് അവിടെയൊക്കെ പോയി പറഞ്ഞിട്ടുണ്ട്. എവിടെ? അതെ, അത് നുസൈബയുടെ നാട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തൊക്കെ പ്രശ്നമുണ്ട്. അവളുടെ ആദ്യത്തെ കല്യാണം ഒന്ന് സെറ്റാക്കി വെച്ചിരുന്നല്ലോ. അതെ, അവളുടെ കെട്ടാൻ പോകുന്ന ചെക്കൻ്റെ ഉപ്പ വന്ന് തടഞ്ഞുവെന്നോ, വണ്ടിയിൽ കയറാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. നിൻ്റെ പണി ഇതാണല്ലേ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവളെ പറഞ്ഞു. അത് ഉപ്പ കണ്ടുവന്നു, സീനായി, എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നിട്ട് ഉപ്പ ആകെ വിഷമത്തിലായി.
ഉപ്പയുടെ സ്നേഹിതന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. പടച്ച റബ്ബേ, ഷമ്മാസിന് ആകെ ടെൻഷനായി. അല്ലാ, എൻ്റെ കാര്യം കൊണ്ട് എൻ്റെ ഹിജാബിക്ക് വല്ലതും. പാവം, അവളൊന്നും അറിയില്ല. ഞാനാണല്ലോ എല്ലാത്തിനും കാരണക്കാരൻ. എനിക്കാണല്ലോ അവളെ ഇഷ്ടം. ഞാനാണ് അത് ആവശ്യപ്പെട്ടതും. പാവാണ് ആ പെണ്ണ്. പടച്ചോനെ, അവളെ ഉപദ്രവിക്കാതിരുന്നാൽ മതിയായിരുന്നു അവർ വീട്ടുകാർ. എന്തായാലും ഞാൻ റെഡിയാണ് കാര്യങ്ങളൊക്കെ പോയി പറയാനും അവളെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറയാനും ഞാൻ റെഡിയാണ്. എന്തായാലും വേണ്ടില്ല. എങ്കിലും അവളെ വിഷമിപ്പിക്കാൻ പാടില്ല ഒരിക്കലും. ഷമ്മാസിനാകെ ടെൻഷനായി. ഷിഫ, ഇതെല്ലാം ആരാ പറഞ്ഞത്? അതെ, നുസൈബ് എനിക്ക് പറഞ്ഞു തന്നതാണ് ഇതൊക്കെ. അവളെല്ലാം പറഞ്ഞു. അപ്പോൾ എന്താ ഷിഫ? എനിക്കൊന്നിനും ഭയമില്ല. എന്താ, ഞാൻ അവളെ പോറ്റും. ഞാൻ അവളെ കല്യാണം കഴിക്കും. എനിക്കതിന് യാതൊരു കുറവുമില്ലല്ലോ. എന്താ, ഒരു ബുദ്ധിമുട്ടിലും ഞാൻ അവളെ ആക്കില്ല. ഇതുവരെ അവളുടെ ജീവിതം കുറച്ച് വിഷമത്തിലാണെങ്കിൽ എന്നാൽ അതിനേക്കാളും 10 ഇരട്ടി സന്തോഷം ഇൻഷാ അല്ലാ കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒരിക്കലും അവളെ വേദനിപ്പിക്കരുത് എന്ന് ഞാൻ തീരുമാനിച്ചുറച്ചതാണ്. അതിൽ നിന്ന് ഇനിയൊരു മാറ്റമില്ല. അല്ല ഷമ്മാസ്, നിനക്ക് കെട്ടിച്ചു തരുമോ എന്നുള്ള കാര്യം നിനക്കറിയോ? എന്താ ഷിഫ നീ പറയുന്നത്? അത് പിന്നെ ഞാൻ ചങ്കൂറ്റത്തോടെ പോയി ചോദിക്കും, നിങ്ങളെ മകളെ ഞാൻ കല്യാണം കഴിച്ചോട്ടെ എന്ന്. എനിക്കതിനുള്ള ധൈര്യമുണ്ട്. അവർ എതിർക്കുകയാണെങ്കിൽ. എന്നിട്ട് എന്ത് പറഞ്ഞത്രേ വീട്ടുകാർ? അത് അവൾ പിന്നെ പറഞ്ഞിട്ടില്ല. ഞാൻ അവൾ വന്നിട്ട് അല്ലെങ്കിൽ അവളോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാട്ടോ അതിനെക്കുറിച്ച്. സത്യമായിട്ടും ഞാൻ ഹിജാബിയുടെ ഫോണിലേക്ക് പിന്നെ മെസ്സേജ് അയച്ചിട്ടില്ല. എനിക്കൊരു ഭയമുണ്ട്. കാരണം അവളുടെ ഒരു സങ്കടപ്പെട്ടൊരു മുഖം ഞാൻ കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്നൊരു തോന്നൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ഷമിച്ച് നിന്നതാണ്. ഷമ്മാസെ, നിങ്ങൾ വിഷമിക്കണ്ട. എന്തൊക്കെ തന്നെയായാലും കാര്യങ്ങളൊക്കെ എവിടം വരെ പോകുമെന്നുള്ളത് എന്തായാലും നുസൈബ പറയട്ടെ. അവൾക്കും പറയാനുള്ള തൻ്റെ ഉണ്ടല്ലോ. അവൾക്ക് വേണമെങ്കിൽ പറയാലോ. എനിക്ക് ഷമ്മാസിന് ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ എന്താ, സ്നേഹമുള്ള ഉമ്മയൊപ്പൊക്കെയാണെങ്കിൽ എല്ലാം നോക്കി കുഴപ്പമൊന്നുമില്ലെങ്കിൽ കെട്ടിച്ച് കൊടുക്കുമല്ലോ. അതിന് കുഴപ്പമില്ലല്ലോ. എന്തായാലും വിവരങ്ങളൊക്കെ അറിയിക്ക് ഷിഫ. എന്നാൽ ശരി. ഷമ്മാസത ഫോൺ കട്ട് ചെയ്യുന്നു. ഷമ്മാസിൻ്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷൻ. പടച്ചോനെ, പാവം ഹിജാബി. എൻ്റെ കാരണം കൊണ്ട് അവൾക്ക് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. ഹേയ്, അതിന് ഞാൻ സമ്മതിക്കില്ല. ശരിക്കും അവളുടെ വീട്ടിലേക്ക് പോയി സംസാരിക്കുകയാണ് വേണ്ടത്. പക്ഷേ അത് ഞാൻ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അത് അവൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, എന്നെക്കുറിച്ച് ഒരു പക്ഷേ അവർ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിക്കും. എന്തൊക്കെ തന്നെയായാലും സാവകാശത്തിൽ എല്ലാം മുന്നോട്ട് നീങ്ങട്ടെ. എന്തായാലും എൻ്റെ ഹിജാബിയെ, അവളെ എനിക്ക് സ്വന്തമാക്കണം. അതാണ് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം. ഷമ്മാസിൻ്റെ ചിന്തകൾ കൂടിക്കൂടി വന്നു. പഠിച്ച റബ്ബേ, വീട്ടിൽ എങ്ങനെയെങ്കിലും ഇത് പറയണം ഉമ്മയോടൊന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണം. എന്നിട്ട് എൻ്റെ ഹിജാബിയെ ഉമ്മക്ക് കാണിച്ചു കൊടുത്താൽ ഉറപ്പാണ് ഉമ്മ അവളെ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം. കാരണം എൻ്റെ ഉമ്മ ആഗ്രഹിക്കുന്നതും അതുപോലെയുള്ളൊരു പെണ്ണിനെയാണ്. പക്ഷെ ഞാൻ വിളിച്ചിട്ടൊന്നും വരാൻ ഉമ്മ കൂട്ടാക്കുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഫസീലത്ത് ഓരോന്ന് പറഞ്ഞുണ്ടാക്കും എന്ന് കരുതിയിട്ട് തന്നെയായിരിക്കും. അല്ലെങ്കിലും എൻ്റെ കൂടെ ഉമ്മ എങ്ങോട്ടെങ്കിലും പോന്നാൽ വലിയ സംശയമാണ് അവർക്ക്. ഷമ്മാസ് ഓരോന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അന്ന് നുസൈബയുടെ വീട്ടിൽ ഉമ്മ ഓരോന്ന് ചിന്തിക്കുകയാണ്. പടച്ച റബ്ബേ, ഈ പെണ്ണ് എങ്ങനത്തെ ചെക്കനെന്നാവും കണ്ടുപിടിച്ചിക്കണ്. എന്താന്ന് ഒരു സമാധാനമില്ല. നുസൈയെ മോളെ, നുസൈബ ഒന്നിവിടെ വന്നേ. എന്തോ ഉമ്മ? അവൾക്ക് കുറച്ച് ഭയമുണ്ടായിരുന്നു. പക്ഷേ ഉപ്പ തന്നോട് നല്ല രീതിയിൽ മോളുടെ ഇഷ്ടം എന്നോട് തുറന്ന് പറയണമെന്ന് ഉപ്പ പറഞ്ഞിരുന്നു. പക്ഷേ ഉമ്മ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. മോളെ, ഒന്ന് ഉമ്മാൻ്റെ അടുത്ത് കുറച്ച് പേരും വന്നിരുന്നായേ, അന്നൊന്ന് കാണട്ടെ. എന്തി ഉമ്മ? നുസൈബയ്ക്ക് ഏകദേശം മനസ്സിലായിരുന്നു ഉമ്മ എന്തോ ഒരു ഉപദേശം തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് എന്ന്. മോളെ, എൻ്റെ കുട്ടിനെ കൊണ്ട് പറഞ്ഞു കേട്ടതൊക്കെ സത്യം തന്നെയാണോ അതോ വെറുതെ പറയാണോ? അവൾക്ക് ഒന്നും പറയാൻ കഴിഞ്ഞില്ല. എന്താ മോളെയും ഉണ്ടാത്തത്? ഉമ്മ, അത് ഒരിക്കലും ഞാനല്ല. എനിക്ക് അങ്ങനെയൊരു ഇഷ്ടം ഇല്ലായിരുന്നു. പക്ഷേ എന്നോട് ഇങ്ങോട്ടാണോ ഉമ്മ ചോദിച്ചത്? എന്നിട്ട് ഈ എന്താ പറഞ്ഞത്? അങ്ങനെ ഒരാൾ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആ ഇഷ്ടമാണെന്ന് പറയേ? ഇല്ലുമ്മ,
ഒരിക്കലും ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ഷിഫയോട് ചോദിച്ചോ അങ്ങനെയൊക്കെ. പിന്നെ എന്നിട്ട് ഞാൻ കറക്റ്റ് രീതിയിൽ പറഞ്ഞിട്ടില്ല. പിന്നെങ്ങനെ അവന് നിനക്കെന്താ ഗിഫ്റ്റ് തന്നൂന്നോ? അതൊക്കെ പറഞ്ഞു കേട്ടല്ലോ. എൻ്റെ സമ്മതമില്ലാതെ ഓനെങ്ങനെ എനിക്കത് തരുമോ? എനിക്കൊന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലേ മോളെ? ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ, പല വട്ടം എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, മോളെ കല്യാണം ഉറപ്പിച്ച പെണ്ണാണ് ഈ അതിലെന്തിലും ചെന്ന് ചാടരുത്. അപ്പോഴേ എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ ആ സുറുമ എഴുതിക്കൊണ്ടൊരു പോക്കുണ്ടല്ലോ, പുതിയ പർദ്ദ ഇടലും പുതിയ ഹിജാബ് അണിയലും കണ്ണിൽ സുറുമ എഴുതലും എല്ലാം കൂടി കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു പിടുത്തം ഇല്ല. കാരണം എൻ്റെ കുട്ടി അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ ഡ്രസ്സ് ഇടും, പിന്നെ മുഖത്തൊരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ കണ്ണിൽ സുറുമ പോലും ഇടാതെ എൻ്റെ കുട്ടി ഇറങ്ങിയതായിരുന്നു. ഒരു പൗഡർ പോലും ഇടൂല. പിന്നെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണേ കണ്ണിൽ സുറുമൊക്കെ എഴുതി സുന്ദരിയായിട്ട് പോണത്. അപ്പോഴൊന്നും എനിക്കൊരു ഡൗട്ടില്ലാതില്ല. ഉമ്മയുടെ വാക്ക് കേട്ട് നുസൈബ എന്ത് പറയണം എന്ത് ചെയ്യണം എന്നായിപ്പോയി. ഉമ്മ അത് ഒന്നും പറയണ്ടടി, ഞാൻ പറഞ്ഞ വാക്കൊന്നും ഈ കേട്ടില്ലല്ലേ. നല്ലൊരു ബന്ധം ഒഴിവായി കിട്ടിയില്ലേ ഉമ്മ? അത് ഒരിക്കലും നല്ല ബന്ധമല്ലോ ഉമ്മ. ആര് പറഞ്ഞേ? അയാൾ മോശമാണ് ഹുസൈനാജി. 2-3 തവണയാണ് ഇപ്പോൾ എന്നോട് അയാൾ വണ്ടിയിൽ കയറാനും ഒക്കെ പറയുന്നത്. അങ്ങനെ പെൺകുട്ടികളോട് പറയുന്നത് ശരിയാണോ? അതും ഒരാൾക്ക് ഇഷ്ടമല്ലാതെ? മോളെ അയാൾ ഇനിയിപ്പോൾ അങ്ങനെ മോശക്കാരനാണെന്ന് പറഞ്ഞു. എന്നാലും നല്ലൊരു ചെക്കനുണ്ടായിരുന്നല്ലോ. ഓലെ വീട്ടിൽ പറഞ്ഞേക്കരുത്, ഓൻ്റെ കൂടെ നേരെ വിദേശത്തേക്ക് പോകണം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാനല്ലോ ഉമ്മ. അതൊന്നും നടക്കൂല, ശരിയാവൂലമ്മ. അയാൾ ഉള്ള വീട്ടിലേക്ക് കയറി ചെല്ലാന്നൊക്കെ പറഞ്ഞാൽ അയാളെ സ്വഭാവം ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതുവരെ അയാളെ നല്ല രീതിയിലാക്കി വെച്ചിക്കേന്. അത് മോശമാണ് അയാൾ ചെയ്തത്, അത് ഒട്ടും ശരിയല്ല. എന്നാലും ആ പുതിയാപ്പിളച്ചക്കനും ആ ഉമ്മാനെയും കുറിച്ച് ഓർക്കുമ്പോൾ നല്ലൊരു ബന്ധമായിരുന്നു അത്. നല്ല പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അത്യാവശ്യം മുതലും സ്വത്തും പണമുണ്ട്, ഒക്കെ കുഴപ്പമില്ലാത്ത നല്ല സ്വാലിഹായൊരു മോനാണ് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ആ ഉമ്മന്നെ പറഞ്ഞല്ലോ എൻ്റെ മോനക്ക് മടിയാണൊക്കെ എന്നുള്ളത്. എന്തപ്പോൾ ചെയ്യുക, അത് സാരമില്ലഞ്ഞ് ഉമ്മ. അത് അല്ലെങ്കിലും എനിക്കതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു മോളെ. ഈ പറയും പോലെ അല്ലല്ലോ എൻ്റെ കാര്യം ഞങ്ങളും വേണ്ടേ തീരുമാനിക്കുക. ഉമ്മാക്ക് സത്യം പറഞ്ഞാൽ ഹുസൈനാജിയുടെ വീട്ടിലേക്കുള്ള ബന്ധം ഒഴിവാക്കിയതിൽ കുറച്ച് ഖേദമുണ്ടായിരുന്നു. അത് മറ്റൊന്നുകൊണ്ടുമല്ല, തൻ്റെ മോളുടെ നല്ലൊരു ഭാവിയും അവൾക്ക് സാമ്പത്തികമായി നല്ല രീതിയിലും എത്തണം എന്നുള്ള ആഗ്രഹം കൂടിയായിരുന്നു ഉമ്മക്ക്. അല്ലെങ്കിൽ മകൾ കഷ്ടപ്പെടും എന്നുള്ള വേവലാതിയാണ്. പക്ഷേ ഹുസൈനാജിയെക്കുറിച്ച് കേട്ടപ്പോൾ ഉമ്മാക്ക് കുറച്ചൊരു മടുപ്പുണ്ട്. എങ്കിലും അവരുടെ ആ മകനെക്കുറിച്ചും ഉമ്മയെക്കുറിച്ചും ഇപ്പോഴും ഉമ്മാക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. അല്ല മോളെ, എന്നിട്ട് എന്നോട് ഇഷ്ടം പറഞ്ഞ ആ ചെക്കന് ഓന് എന്താ ജോലി എന്ന് പറഞ്ഞത് ഉമ്മ? മൊബൈൽ ഷോപ്പ്. മൊബൈൽ ഷോപ്പിൽ പണിക്ക് നിൽക്കായിരിക്കും അല്ലേ മോളെ? ഒരാളെ കീഴിൽ ഇങ്ങനെ മൊബൈൽ ഷോപ്പിൽ പണിക്ക് നിന്നാലൊന്നും ഒന്നും ആവില്ല മോളെ. ആകെ ഒരു 800 റുപ്യക്ക് ഒരു കൂലി ഉണ്ടാവും ദിവസം. അതും ഉണ്ടാവില്ല, ചിലപ്പോൾ 500 രൂപ. അതൊക്കെ കിട്ടിയിട്ടിപ്പോൾ ഉമ്മ ഒന്നും പറയണ്ട മോളെ. താൻ സ്നേഹിക്കുന്ന ഷമ്മാസ് ആ മൊബൈൽ ഷോപ്പിൻ്റെ മുതലാളിയാണ്, അല്ലെങ്കിൽ ആ ഷോപ്പെല്ലാം അവൻ്റെതാണ് എന്നുള്ള കാര്യമൊന്നും നുസൈബയും പറഞ്ഞില്ല. ഉമ്മ അത് വേണ്ട മോളെ, ഇനിയൊന്നും പറയണ്ട. അനക്ക് എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ആൾ അതാണെങ്കിൽ, അനക്ക് എൻ്റെ സന്തോഷത്തോടു കൂടെയുള്ള ജീവിതം അതാണെങ്കിൽ നമുക്ക് അതന്നെ അങ്ങോട്ട് ആക്കാം. അല്ല അപ്പം എന്താ ചെയ്യുക? നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒന്നും നടക്കൂലല്ലോ. അത് സാരമില്ല, എൻ്റെ കുട്ടീൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എന്നാലും മനസ്സിനുള്ളിൽ ചെറിയൊരു വേദന ഉണ്ട്. എൻ്റെ കുട്ടിയും ഇന്നെ പോലെ കഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഉമ്മ നിങ്ങൾ എന്താ പറയണത്? അല്ലേ ഒന്നുമല്ല, നമ്മളപ്പം നമ്മളെ നോക്കായിട്ടില്ല, നല്ല രീതിയിൽ നോക്കണം, തിന്നാൻ കൊണ്ടുവരണൊക്കെ ഉണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു വസ്ത്രം ധരിക്കാനും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീട്ടിൽ താമസിക്കാനും അതിനൊന്നുള്ളൊരു ഭാഗ്യമൊന്നും ഉണ്ടാവില്ല. ഭക്ഷണമൊക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ എങ്ങനെ വെച്ചാൽ കൊണ്ടുവന്ന് തരും. പിന്നെയും എൻ്റെ ആദ്യത്തെ മാപ്പിള ഫൈസലിൻ്റെ അവിടുത്തോരുള്ള സഹായം കൊണ്ടല്ലേ നമ്മളിങ്ങനെയും കൊച്ചിയിൽ ജീവിക്കണത്. ഇനിയിപ്പോൾ ഇങ്ങനൊരു ചെക്കനെയൊക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഓല് നിർത്തും, അത് ഉറപ്പാണ്. ആ ഉമ്മ
പിന്നെ വിചാരിക്കും എന്തിനാ അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കണമെന്നൊക്കെ വിചാരിക്കും. അതൊന്നും സാരമില്ല. എന്തായാലും എൻ്റെ കുട്ടി നന്നായി വരണം, അതേ ആഗ്രഹമുള്ളൂ. സമാധാനത്തോടെ ജീവിക്കണം. ലളിതമായ ജീവിതമാണെങ്കിലും എന്തൊക്കെ തന്നെ മോശമാണെങ്കിലും എൻ്റെ കുട്ടി ഒരിക്കലും പരാതി പറയരുത് കേട്ടോ. ഉപ്പാനോട് വന്നിട്ട് ഉമ്മാനോട് വന്നിട്ട് ഉമ്മ എനിക്കവിടെ അതില്ല, എനിക്കിതില്ല, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരിക്കലും ഉപ്പാനോടും പറയരുത്. കാരണം ഉപ്പാൻ്റെ കുട്ടിൻ്റെയും ഉമ്മാൻ്റെ കുട്ടിൻ്റെയും ഇഷ്ടമാണ് ഞങ്ങളിവിടെ നോക്കുന്നത്. ഇനിയിപ്പോൾ ഹൈറാണെങ്കിൽ ഇത് നടക്കട്ടെ. നുസൈബ ഒന്നും മിണ്ടുന്നില്ല. ഉമ്മാക്കും ഉപ്പാക്കും നല്ല സങ്കടം വന്നോ എന്ന് വരെ നുസൈബ ചിന്തിക്കുന്നു. ഉമ്മ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ മോളെ? ഞാൻ ഈ ഒരു ബന്ധത്തിന് നിൽക്കുന്നത് അത് ഉമ്മാക്ക് ഇഷ്ടമല്ലേ? ഉപ്പാക്ക് ഇഷ്ടമല്ലേ? എൻ്റെ ഇഷ്ടം മാത്രമാണോ നിങ്ങൾ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഉമ്മ, എനിക്ക് നിങ്ങളുടെ അനുഗ്രഹം ഇല്ലാഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഏതൊരു വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അനുഗ്രഹം ഇല്ലാഞ്ഞാൽ എങ്ങനെയാണ് ഞാൻ വിജയിക്കുക ജീവിതത്തിൽ? അത് കേട്ടപ്പോൾ ശരിക്കും ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, അത് സാരമില്ല. അത് ഉമ്മ ഇപ്പം ദ്വാ ചെയ്യാതിരിക്കൂലല്ലോ കുട്ടികൾ ഇറങ്ങിപ്പോകുമ്പോൾ. അത് ഓൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ആളെ കണ്ടുപിടിച്ച് പോകുമ്പോൾ ഒരിക്കലും ഞങ്ങൾ ശപിക്കൂല. ഞങ്ങൾ ദ്വാ ചെയ്യും, പഠിച്ചോനെ എൻ്റെ കുട്ടിൻ്റെ ജീവിതം നീ നന്നാക്കി കൊടുക്കുമെന്ന്. ഒരിക്കലും അങ്ങനെ ഉമ്മാരും ഉപ്പാരും ചെയ്യരുമല്ലോ. അങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കുട്ടി കുറേ കഷ്ടപ്പെട്ടതല്ലേ. അപ്പോൾ അതിനുള്ളത് എനിക്ക് പഠിച്ചോൻ തരും, നല്ലത് തരും. അങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാണിനെ കിട്ടിയാൽ അതും വലിയ ഭാഗ്യം തന്നെയാണ്. ഉമ്മയുടെ മനസ്സ് അലിയുന്നുണ്ടായിരുന്നു. ശരിക്കും അവളുടെ ആ ഒരു വാക്കുകൂടി കേട്ടപ്പോൾ ശരിക്കും ഉമ്മയുടെ മനസ്സിൽ സങ്കടം നിറഞ്ഞു. പാവം, എൻ്റെ കുട്ടി വിചാരിക്കുന്നുണ്ടാവും ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളൊക്കെ കണ്ടുപിടിച്ചപ്പോൾ അത് ഉമ്മാക്കും ഉപ്പാക്കും ഉൾക്കൊള്ളാൻ പ്രയാസമാണോ? പഠിച്ചവനെ, എനിക്ക് അവരുടെ അനുഗ്രഹം ഉണ്ടാവില്ലേ എന്തൊക്കെ വേണമെങ്കിൽ എൻ്റെ കുട്ടി വിചാരിക്കുന്നുണ്ടാവും. മോള് വിഷമിക്കണ്ട കേട്ടോ. നല്ലതാണെങ്കിൽ ഹയറാണെങ്കിൽ നമ്മളപ്പോൾ അത് നടത്തിത്തരും. അതല്ലേ എൻ്റെ കുട്ടിക്ക് വേണ്ടത്. എൻ്റെ കുട്ടിയുടെ സന്തോഷം ഉപ്പ പറഞ്ഞ പോലെ തന്നെ മോളെ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് വലുത് കേട്ടോ. അല്ലാതെ എൻ്റെ കുട്ടി ഒന്നും വിചാരിക്കരുത്. ഉമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മാൻ്റെ മനസ്സിലത്തെ വേദന കൊണ്ടാണ് പറഞ്ഞതാണ്. കാരണം നല്ലതൊക്കെയാണ് തട്ടിത്തെറിച്ച് പോകുമ്പോഴേ അതൊരു വേദനയായി നമുക്ക് മാറുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഞാൻ എൻ്റെ പെറ്റ തള്ളല്ലേ, അങ്ങനെ സങ്കടം കൊണ്ടാണ് പറയണത്, അല്ലാതെ മനസ്സിലൊന്നും ഉണ്ടായിട്ടില്ല. ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഉമ്മാക്ക് നല്ല വിഷമമുണ്ടായിരുന്നു നുസൈബയോട് അങ്ങനെ കുറച്ച് കടുത്ത രീതിയിൽ സംസാരിച്ചിട്ട്. പിന്നീട് ഉമ്മക്ക് ദയ തോന്നി നല്ല രീതിയിൽ നുസൈബയെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. ഇപ്പോൾ നുസൈബക്കാണ് സങ്കടം. പഠിച്ചോനെ, എൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടമില്ലാത്ത ബന്ധമായിരിക്കുമോ ഇത്? ഒരിക്കലും അങ്ങനെ ആവരുതല്ല. എന്തായാലും ഹയറായി എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും സമ്മതമാണെങ്കിൽ മാത്രം അല്ലാ ഞാനും ഇതിന് നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കാതെ ഇങ്ങനെ നിന്നോളാം. ഉമ്മാക്കും ഉപ്പാക്കും ഹിദ്മത്ത് ചെയ്തുകൊണ്ട് ഞാൻ ജീവിച്ചോളാം. എനിക്ക് കുഴപ്പമില്ല റബ്ബേ. അത് പറയുമ്പോൾ നുസൈബയുടെ ഹൃദയം തേങ്ങുന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയാകട്ടെ ഷമ്മാസിന് ഒന്ന് മെസ്സേജ് അയക്കണം എന്ന് നുസൈബ വിചാരിക്കുന്നു. അന്ന് ഉപ്പ പള്ളിയിൽ പോയിട്ട് ഉപ്പയെ കാണുന്നില്ല. അതെ, ഉപ്പയുടെ സ്നേഹിതൻ്റെ കടയിലാണ്. ലത്തീഫേ, എന്തായടാ കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ? പൊന്നാരൻ്റെ ചങ്ങായി, അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കാനായിട്ടല്ല, എന്നാലും മനസ്സൊക്കൊരു അതൊന്നും സാരമില്ല. ഇപ്പോഴത്തെ കുട്ടികളെ, പ്രത്യേകിച്ച് എൻ്റെ കുട്ടീനെ കൊണ്ട് ഞാൻ പറയണത്, അങ്ങനെ ഇങ്ങനെയും കച്ചറയും കൂതറൊന്നും എൻ്റെ കുട്ടി കണ്ടുപിടിക്കൂല. എൻ്റെ കുട്ടി കണ്ടുപിടിച്ചിട്ട് അത് സോലിഹായൊരു ആളായിരിക്കും. അങ്ങനെ ഇങ്ങനെയും കെണിയിൽ വീണ കുട്ടിയല്ലല്ലോ. എന്തേ, ഞമ്മക്കൊന്ന് അന്വേഷിക്കാൻ പോകേനോ, അല്ലെങ്കിൽ ഞമ്മക്കൊന്ന് കാണാൻ പോകേനോ? അറിയരുത്, ആരും അറിയാതെ കാണാൻ പോകണം. ചെക്കൻ പോലും അറിയണ്ട. സംഭവം എവിടെ ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാലേ ഞമ്മക്കൊന്ന് വാച്ച് ചെയ്യാലോ. എന്താണ് ചെക്കൻ്റെ മട്ടെന്നുള്ളത് ഞമ്മക്കൊന്ന് നോക്കി കാണാലോ. ഒന്നും അറിയണ്ട. എൻ്റെ മോളോട് ഞാനും പറയണില്ല, ആരോടും പറയണില്ല, വീട്ടുകാരോട് ആരോടും. ഒന്ന് അറിയാത്ത രീതിയിൽ ഒന്ന് പോയി നോക്കിയാലോ. ഇനിയിപ്പോൾ
എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഈ ഒന്ന് പോയി അന്വേഷിച്ചോളൂ. ഉപ്പയുടെ സ്നേഹിതനോട് അതാ നുസൈബയുടെ ഉപ്പ പറയുന്നു. അതിനെന്താ ലത്തീഫേ, എനിക്ക് സന്തോഷമുള്ളൂ. നമ്മളെ കുട്ടി എൻ്റെ കുട്ടി പോലെ തന്നെയല്ലേ ഓളെ. ഇനിയിപ്പോൾ എനിക്ക് വരാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണെങ്കിൽ ഇതാ ഞാൻ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ പോയി അന്വേഷിച്ചോളാം, ഞാൻ കണ്ടുപിടിച്ചോളാം. അതൊന്നൊരു കുഴപ്പമുണ്ടാവില്ല. ആളെ കിട്ടാനാണോ പണി? ഇനിയിപ്പോൾ നേരിട്ട് സംസാരിക്കണമെന്നൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വിട്ടുന്ന് കാണുക, വിട്ടുന്ന് കണ്ട് ഒന്ന് അന്വേഷിക്കുക. ചുറ്റുഭാഗത്തും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന്. എന്നാൽ പിന്നെ അതിനനുസരിച്ച് ഹയറാണെങ്കിൽ നമുക്ക് നടത്താലോ. എടാ ഇജ് എങ്ങനെയാ വെച്ചാൽ ചെയ്യ്. ഞാനെന്തായാലും കാര്യം ആരോടും പറയണില്ല, രഹസ്യമായിട്ടായിരിക്കണം. പരമരഹസ്യമായിക്കോട്ടെ. അറിയാത്ത രീതിയിൽ ഒന്ന് നമ്മൾ നോക്കുക. നാളെ ഇപ്പം ഞായറാഴ്ചയാണ്, ഷോപ്പൊക്കെ ലീവ് ആയിരിക്കും. അത് കുഴപ്പമില്ല, തിങ്കളാഴ്ച പോവാം. അല്ലടാ അപ്പം എൻ്റെ ഷോപ്പ് ഇവിടെ ക്ലോസ് ആക്കിയിട്ട് പോവുക? അത് സാരല്ല, അത് കുറച്ച് സമയത്ത് ഒരു ഇതല്ലേ. ഏറി വന്നാൽ 2 മണിക്കൂറിന്ന് പൂട്ടിയിടണം. അതല്ലല്ലോ. അയിമ കച്ചവടം കുറയാണ്ട് കുറയട്ടേന്നേ. ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാലേ നമുക്ക് പഠിച്ചവൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന കൂലി എത്ര എനിക്കറിയില്ലേ. നമ്മളൊരാൾക്ക് ഹെൽപ്പ് ചെയ്യണം. എനിക്കിപ്പോൾ ആ മോള് എൻ്റെ മോളെ പോലെ തന്നെയാണ് ഞാൻ ഓളെ കരുതണത്. അതിനെന്താ, അതാണ് മജീദ് എന്നോട് ഓളെ പറ്റി അതൊക്കെ പറഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിക്ക് വേദന തോന്നിയത് അതുകൊണ്ടാണ്. ലത്തീഫേ, എൻ്റെ മോൾക്ക് എൻ്റെ മോളെ സ്ഥാനം തന്നെയല്ലേ ഞാൻ കൊടുക്കണത്. പിന്നെ ഇപ്പം എന്താ? അത് കേട്ടപ്പോൾ ഉപ്പയുടെ കണ്ണുകൾ നിറഞ്ഞു. ഹേയ്, എന്തപ്പോൾ കരയേ പടച്ചോനെ. എടാ നമ്മൾ ചെറുപ്പം മുതലുള്ള കൂട്ടുകെട്ടല്ലേ. ഞാനും ഇജും എന്തെങ്കിലും കാര്യത്തിന് തെറ്റിക്കണോ? എൻ്റെ ഇഷ്ടം ഞാനും എൻ്റെ ഇഷ്ടം ഇജും അങ്ങനെ തന്നെ അല്ലായിരുന്നോ? അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ബാപ്പാൻ്റെ ഒരു ഓര് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ഒരു കട ഇട്ടു. ഇജാണെങ്കിൽ കൂലിപ്പണിക്കും പോയി. അങ്ങനെയാണ് പിന്നെയും നമ്മളൊന്ന് വേർപ്പെട്ടത്. ചെറുപ്പം മുതൽ തന്നെ ഒപ്പമായിരുന്നു. എന്നാലും ഇജ് എൻ്റെ പണി കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും എപ്പോഴാണെങ്കിലും എൻ്റെ കടയിലൊന്ന് കയറി ഒരു ചായ കുടിക്കും. അതൊക്കെ എനിക്കൊരു പൂതിയുള്ള വിഷയം തന്നെയല്ല എപ്പോഴും. ആ ഒരു ബന്ധം എൻ്റെ മനസ്സിലുണ്ടടാ. ഇജ് നോക്കിക്കോ, എല്ലാ കാര്യവും നല്ല രീതിയിൽ പോയി നോക്കി ശരിയാക്കിയിട്ട് നമുക്ക് നിക്കാഹ് പെട്ടെന്നാണ് നടത്തണം. ഇനി വൈകിപ്പിക്കണ്ട. എന്നിട്ട് ആ കുട്ടി പഠിക്കാൻ പോവേ എന്താ ചെയ്തോട്ടെ അല്ലേ? അതല്ലേ നല്ല ലത്തീഫേ? അതേടാ, അത് എൻ്റെ കുട്ടിയെ ഒന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞാലേ എനിക്ക് സമാധാനമാണ്. മറ്റേത് ഒരാളെ കയ്യിൽ ഏൽപ്പിക്കാതെ ഇങ്ങനെ വിടുമ്പോഴേ ഒരു സമാധാനക്കേടാണ്. അതും ആ പ്രായമല്ലേ. ആയിക്കോട്ടെ, ഇജ് വിഷമിക്കല്ലേ, നമുക്ക് എല്ലാത്തിനും ഒരു വഴി ഉണ്ടാക്കാം. എന്തായാലും നീ നാളെ ഷോപ്പ് ലീവായിരിക്കും അവിടുത്തത്. മറ്റന്നാൾ നമുക്ക് നോക്കാം. ആളെ ഒന്ന് കാണുകയും ചെയ്യാം, ഒന്ന് വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കുകയും ചെയ്യാം അല്ലേ? എങ്ങനെയുണ്ട്? ആയിക്കോട്ടെ, എന്തായാലും വേണ്ടിയില്ല. ഞാൻ ഒരുപാട് സ്വത്തും മുതലും പണവും ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല സോലിഹായൊരു മോനായാൽ മതി, അതുള്ളൂ എനിക്ക്. അത്യാവശ്യം എൻ്റെ കുട്ടീനെ പോറ്റാനുള്ളൊരു ജോലിയും സോലിഹായ ഒരു ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ ആഗ്രഹം പോലെ തന്നെ ആവട്ടെ ലത്തീഫേ. അല്ലെങ്കിൽ ഒരുപാടുണ്ടായിട്ടെന്താ, ഒരുപാട് ടെൻഷനും ഉണ്ടാവും. ആവശ്യത്തിന് മതി. എന്നാൽ ദീനിയായ നല്ല സ്നേഹമുള്ള കുട്ടികളെ കിട്ടുക എന്ന് പറഞ്ഞാൽ അതും വലിയ ഭാഗ്യമാണ്. എൻ്റെ മോൾക്കൊക്കെ പറ്റിയ കുട്ടി അങ്ങനത്തെ തന്നെ ആയിരിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. നുസൈബയുടെ ഉപ്പ അതാ കടയിൽ നിന്ന് ഇറങ്ങുന്നു. അസ്സലാമു അലൈക്കും. എന്നാൽ ഞാൻ വരട്ടെ. വലൈക്കും അസ്സലാം. എന്നാൽ പിന്നെ വിവരങ്ങളൊക്കെ ഒന്ന് പറയട്ടോ, അതിനനുസരിച്ച് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാലോ. കുട്ടിനോടും താല്പര്യം ഉണ്ടോ ചോദിച്ചു നോക്കിക്കോണ്ടി. കുട്ടിനോട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് നോക്കാം. പിന്നെ ഹുസൈനാജി ഓനൊന്നിനും മടിക്കാത്ത ആളാണ്. ഓൻ്റെ ഒരു കണ്ണ് ഓൻ്റെ മേത്ത് എപ്പോഴും ഉണ്ടാവണം നല്ലതാണ്. പെൺകുട്ടി കോളേജിലേക്ക് പോകുന്നതാണ് വരുന്നതാണ്, ഒന്നിനും മടിക്കൂല. ഓൻ അത്രക്കാരനാണ്. പണം കൊണ്ട് ഓൻ എന്തും ചെയ്യും. പണത്തിൻ്റെ മേലാണ് ഓൻ്റെ ഹുങ്ക്. അപ്പോൾ കരുതിക്കോ. എന്തൊക്കെ തന്നെയായാലും കുട്ടീനെ ഇനി ഒറ്റയ്ക്ക് ഈ ബസ് സ്റ്റോപ്പ് വരെ അങ്ങനെ വിടണ്ട. ഈ ഒന്നുകൊണ്ട് ഒപ്പം പോന്ന് കൊടുത്തോണ്ടി കേട്ടോ. ആ, എൻ്റെ കുട്ടീനെ നേരക്കെങ്ങാനും ഓൻ്റെ കൈ പൊന്തട്ടെ, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുക ബാക്കി. നുസൈബയുടെ ഉപ്പ അങ്ങനെ പറഞ്ഞു. ആ രാത്രി ഉമ്മയും ഉപ്പയും നല്ല സംഭാഷണത്തിലായിരുന്നു. ഉമ്മ പറഞ്ഞു, ഇക്ക ഞങ്ങളൊന്ന് പോയി നോക്കേണ്ടിട്ടോ, ഹയറാണെങ്കിൽ നമുക്ക് നടത്താലോ. പാവല്ലേ നമ്മളെ മോള്, കുറേ കഷ്ടപ്പെട്ടതല്ലേ. ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കിട്ടിക്കണമെങ്കിൽ അതല്ലാണ്ട് നോക്കാം. നിങ്ങൾ നോക്കേണ്ടി പറ്റുകയാണെങ്കിലേ
ഇനിയിപ്പോൾ ഓളോടും ഒന്ന് ചോദിച്ചു നോക്കുകയും ചെയ്യാം. ഓൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് വേഗം നടത്തി കൊടുക്കാം. നിക്കാഹ് കഴിച്ചിട്ടാൽ പിന്നെ സമാധാനമായി. എന്നാൽ പിന്നെ നമുക്കും ടെൻഷനാണ്ട് ഒഴിയും. പാവല്ലേ നമ്മളെ കുട്ടി, നമ്മളോട് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അതൊക്കെയല്ലേ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഷിഫയും പറഞ്ഞു, അവളുടെ ഫ്രണ്ട് ഷിഫ ഉണ്ടല്ലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല എന്നൊക്കെ തോന്നി. അപ്പോൾ നിങ്ങളൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് ഇനി റെഡിയായി കൊടുത്തോളി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഓളെ എക്സാമും ഓളതൊക്കെ ഓൾ പൂർത്തിയാക്കിക്കോളും. എങ്ങനെ വെച്ചാൽ ഓളെ ഇഷ്ടം പോലെ തന്നെ ആയിക്കോട്ടെ. നമ്മളെ ഇഷ്ടത്തിനൊന്ന് ചെയ്ത് അങ്ങനെയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഓളെ ഇഷ്ടത്തിനായിക്കോട്ടെ അല്ലേ. എന്നോട് പേടിയെന്ന് എൻ്റെ ചങ്ങായി നജീബും പറഞ്ഞു. അത് ഒന്ന് വേഗം പോയി വെക്കുക, നമുക്ക് അറിയാത്ത രീതിയിലൊന്ന് പോയി വെക്കുക, ഒന്ന് അന്വേഷിച്ച് പോരാ. പറ്റുകയാണെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ഒഴിവായാലും കുഴപ്പമില്ല. നമുക്ക് നോക്കണിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെ കുട്ടീനോട് ഇങ്ങനെ ഇഷ്ടം പറഞ്ഞു എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടത്. അപ്പോൾ ഒന്ന് അറിയാലോ, അതിനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞേക്കണ്. ഇക്ക അപ്പോൾ എന്നാ പോകുന്നത്? എന്നാൽ നാളെ തന്നെ പോയിക്കോളി. നാളെ പോകാൻ പറ്റില്ല. നാളെ എന്ന് വെച്ചാൽ എന്താ, ഞായറാഴ്ചയാണ്. മിക്കവാറും ഷോപ്പുകളൊക്കെ ലീവായിരിക്കും, കോളേജും ഇല്ല, ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ലീവുള്ള ദിവസം എവിടെ പോയി ചോദിക്കാനാ? പറഞ്ഞൊക്കെ തരും ചിലവർ നല്ലത് പറയും, ചിലവർ ദോഷം പറയും. അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും സത്യസന്ധമായ രീതിയിലുള്ള ഉത്തരക്ക് നമുക്ക് കിട്ടട്ടെ. അത് തിങ്കളാഴ്ച പോവാം, അതാണ് വിചാരിക്കണത്. തിങ്കളാഴ്ച പോവുകയാണെങ്കിൽ തന്നെ മോള് കോളേജിൽ പോയിട്ട് മോളും അറിയണ്ട സംഭവം, ആരും ഒരു കുട്ടി അറിയണ്ട. ഈയും ഞാനും നജീബും മാത്രം സംഭവം അറിഞ്ഞാൽ മതി. അങ്ങനെ പോയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക, വരിക. ഓനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടേ. ഇക്ക അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കും കാണാൻ പൂതിയാണ്. പൊന്നാരൻ്റെ നുസ്രത്തെ, ഇത് തന്നെ വിവാഹത്തിനൊരു അന്വേഷണം മാത്രമാണ്. ഓനങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒന്ന് അന്വേഷിക്കുക എന്ന് മാത്രം, അല്ലാതെ ഇത് ശരിക്കും പെണ്ണിനെ കാണാനും ആണിനെ കാണാനും പോവല്ല. അതൊക്കെ ഇജ്ജ് ബേജാറല്ല, ഇജ്ജ് സബൂറാക്ക്. അതൊക്കെ ഉണ്ടായി വരും ഇൻഷാ അല്ലാ. ഇജ്ജ് നോക്കിക്കോ. എന്നാൽ ശരിക്കും നോക്കിക്കൊണ്ടിട്ടോ. എന്നാലിപ്പോൾ ഏതാളായിരിക്കും നമ്മളെ കുട്ടി ഇഷ്ടപ്പെട്ടിക്കുക? അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഓളെല്ലാം നോക്കിയും കണ്ടിട്ടൊക്കെ തന്നെ അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. എന്തായാലും പഠിച്ചവനെ ഹയറായതാവണേ എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ചെക്കന്. ആ ദിവസം ഉമ്മയും ഉപ്പയും സന്തോഷത്തോടു കൂടി ഉറങ്ങുവാൻ വേണ്ടി കിടക്കുകയാണ്. അപ്പോഴതാ നുസൈബ ഫോണെടുത്ത് ഷമ്മാസിന് മെസ്സേജ് അയക്കുകയാണ്. ഹായ് ഹിജാബി, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. നിൻ്റെ ഒരു റീപ്ലൈയും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്താ, വീട്ടിൽ വല്ല ഇഷ്യൂസും ഉണ്ടായോ? നിനക്ക് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. സോറി കേട്ടോ, എൻ്റെ കാരണം കൊണ്ട് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുകയാണെങ്കിൽ അത് ശരിക്കും ഞാനാണല്ലോ അതിൻ്റെ ഉത്തരവാദി. ഷമ്മാസ്, ഹേയ് നോ, ഒന്നുമില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, ഇപ്പോൾ നല്ല രീതിയിലാണ്. കുറച്ചൊക്കെ ഉമ്മയൊന്ന് ചൂടായെങ്കിലും ഉപ്പാക്ക് ഇതൊക്കെ കേട്ടപ്പോൾ ആദ്യത്തെ ദിവസം കുറച്ച് ടെൻഷൻ ഉണ്ടായെങ്കിലും പിന്നീട് ഉപ്പ എന്നോട് വിളിച്ച് പറയായിരുന്നു, മോളെ, മോളുടെ ഇഷ്ടം എന്നോട് പറഞ്ഞോളൂ, മോളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നുള്ളത്. ആണോ? മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഷമ്മാസിന് സന്തോഷം കൊണ്ട് നിൽക്കാൻ പറ്റാതായി. എൻ്റെ ഹിജാബി, വൈകാതെ തന്നെ നീ എൻ്റെ അടുത്തേക്ക് എത്തുമല്ലോ അല്ലേ? ഷമ്മാസ്, നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അല്ല, ഉമ്മ എന്താ പറഞ്ഞത്? ഉമ്മ ഫസ്റ്റ് കുറച്ച് വയലൻ്റ് ആയിരുന്നു, പിന്നീട് അങ്ങോട്ട് റെഡിയായി. ഇപ്പോൾ ഉമ്മക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോന്നറിയാൻ വേണ്ടി ഉമ്മ താല്പര്യം കാണിക്കുകയാണ്. ഞാനധികം ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. എന്താണ് ജോലി എന്നൊക്കെ ചോദിച്ചപ്പോൾ മൊബൈൽ ഷോപ്പിലാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്താ ജോലി ചെയ്യാണോ, അവിടെ നിൽക്കുകയാണോ അങ്ങനെയൊക്കെ ചോദിച്ചു. അതൊന്നും എനിക്കറിയാത്ത പോലെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ അതൊക്കെ ഇനി അവർ തന്നെ കണ്ടുപിടിച്ചോട്ടെ അല്ലേ? എൻ്റെ കൊച്ചു പെണ്ണേ, നീ ആൾ തിരക്കിടില്ലല്ലോ. എന്തായാലും ഷമ്മാസ്, ഇന്നെനിക്ക് വലിയൊരാശ്വാസം, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം. ഹിജാബി, ശരിക്കും എനിക്കും. സന്തോഷത്താൽ ഷമ്മാസിന് അന്ന് ഉറക്കം വരുന്നേയില്ല, ഹിജാബിക്കും. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.